Hello everyone, welcome back to Students Focus. നമ്മളുടെ MCQ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. നിങ്ങളുടെ എക്കണോമിക്സ് ആൻഡ് BCK എക്സാമിന് വരുന്ന പ്രീവിയസ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു MCQ സീരീസ് ആണ്. അപ്പോൾ മാക്സിമം MCQs നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊരു പർപ്പസിലാണ് MCQ സീരീസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡാഷ് എക്കണോമിക്സ് എക്സ്പ്ലെയിൻ എക്കണോമിക്സ് ഫിനോമിനൻ അക്കോർഡിംഗ് ടു ദെയർ കോസസ് ആൻഡ് ഇഫക്ട്സ്. ഏത് എക്കണോമിക്സ് ആണ് നമ്മളുടെ എക്കണോമിക്സ് ഫിനോമിന, അതായത് കോസിൻ്റെയും ഇഫക്റ്റിൻ്റെയും ബേസിൽ എക്കണോമിക്സ് ഫിനോമിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഏത് ടൈപ്പ് എക്കണോമിക്സ് ആണെന്ന്. നമ്മളുടെ ആൻസർ വരുന്നത് പോസിറ്റീവ് എക്കണോമിക്സ് ആണ്. സി ആണ് നമ്മളുടെ ആൻസർ. ഞാൻ എല്ലാ ഓപ്ഷൻസും വായിക്കുന്നില്ല, കറക്റ്റ് ഓപ്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. പോസിറ്റീവ് എക്കണോമിക്സ് ആണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഇൻ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ഡാഷ് ആൻഡ് ഡാഷ് വിൽ ബി മോർ. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ എന്തൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നതെന്ന്. അതിൻ്റെ ആൻസർ വരുന്നത് ഇൻഇക്വാളിറ്റീസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്. കാരണം എന്താണ്, ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഇക്വാളിറ്റീസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ കൂടുതലായിരിക്കും. സോ നമ്മളുടെ ആൻസർ വരുന്നത് എ ആണ്. ദെൻ തേർഡ് വൺ, ഇൻ വിച്ച് എക്കോണമി കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഈസ് യൂസ്ഡ് ടു ആൻസർ ദ ഫണ്ടമെൻ്റൽ ക്വസ്റ്റ്യൻസ് ഓഫ് എക്കോണമി. അതിൻ്റെ ആൻസർ എ ആണ്, മിക്സഡ് എക്കോണമി. കാരണം ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്, നമ്മൾ സോഷ്യലിസത്തിൽ എന്താണ് കമ്മ്യൂണിറ്റിയുടെ വെൽഫെയർ ആണ് കൂടുതൽ നോക്കുന്നത്. സോ നമ്മളുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് മിക്സഡ് എക്കോണമി ആണ്. ദെൻ ഫോർത്ത് വൺ, ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ഓർഗനൈസേഷൻസ് വിത്തിൻ ആൻ എക്കണോമിക് സിസ്റ്റം ഈസ് നോൺ എസ്. അതിൽ ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, വിത്തിൻ ആൻ എക്കണോമിക് സിസ്റ്റം. അപ്പോൾ അതെന്താണ് പറയുന്നത്, നമ്മുടെ ആൻസർ വരുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. കാരണം വിത്തിൻ ആൻ എക്കണോമിക് സിസ്റ്റം ബിഹേവിയർ ഓഫ് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് വരുന്നുണ്ട്, ഓർഗനൈസേഷൻസ് ഉണ്ട് നമ്മുടെ ആ എക്കണോമിക് സിസ്റ്റത്തിന് ഉള്ളിലുള്ളത്. സോ നമ്മുടെ ആൻസർ വരുന്നത് എ ആണ്, മൈക്രോ എക്കണോമിക്സ്. ദെൻ ഇൻ വിച്ച് എക്കണോമിക് സിസ്റ്റം പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എയിം അറ്റ് മാക്സിമൈസിങ് ദ വെൽഫെയർ ഓഫ് കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ. കമ്മ്യൂണിറ്റിയുടെ മൊത്തത്തിലുള്ള വെൽഫെയർ ലക്ഷ്യം വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന, അങ്ങനെ രീതിയിൽ ഫങ്ഷൻ ചെയ്യുന്ന എക്കോണമി ഏതാണ്? അപ്പോൾ അത് ഏതാണ്? സോഷ്യലിസ്റ്റ് എക്കോണമി. ഇവിടെ നമ്മുടെ ആൻസർ വരുന്നത് സോഷ്യലിസം, അതായത് ഫോർത്ത് വൺ, ഡി ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. ദെൻ ദ നേച്ചർ ഓഫ് ബിസിനസ് എക്കണോമിക്സ് ഈസ് പ്രാഗ്മാറ്റിക്. അതിൻ്റെ ആൻസർ ബി ആണ് വരുന്നത്, പ്രാഗ്മാറ്റിക്. ബിസിനസ് എക്കണോമിക്സിൻ്റെ നേച്ചർ എങ്ങനെയാണെന്ന്, ഇത് പ്രാഗ്മാറ്റിക് ആണ്. ദെൻ സെവൻത്ത് വൺ, ഡാഷ് ആർ റെസ്പോൺസിബിൾ ഫോർ ഓൾ എക്കണോമിക് പ്രോബ്ലംസ്. അതിൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം അതിന് രണ്ട് ഓപ്ഷൻ ഉണ്ട്, അൺലിമിറ്റഡ് വാണ്ട്സ് ആൻഡ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. അപ്പോൾ അൺലിമിറ്റഡ് വാണ്ട്സ് അല്ല എക്കണോമിക് പ്രോബ്ലത്തിന് കാരണം, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആണ്. കാരണം നമ്മളുടെ വാണ്ട്സ് അൺലിമിറ്റഡ് ആണെങ്കിൽ ആ അൺലിമിറ്റഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് സൊസൈറ്റിയിൽ ഉണ്ടെങ്കിൽ എക്കണോമിക് പ്രോബ്ലം വരുന്നില്ലല്ലോ. മനുഷ്യൻ്റെ വാണ്ട്സ് അൺലിമിറ്റഡ് ആണ്, ബട്ട് റിസോഴ്സസ് സ്കേഴ്സ് ആണ്. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ബൈ മീൻസ് ഓഫ് ആസ്കിംഗ് കസ്റ്റമർ വാട്ട് ദേ ആർ ഗോയിങ് ടു ബൈ കംസ് അണ്ടർ. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, അതായത് കസ്റ്റമേഴ്സ് എന്താണ് വാങ്ങിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അവർ ഏത് ടൈപ്പ് പ്രൊഡക്റ്റ് ആണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള രീതിയിലുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങിനെ നമ്മൾ അത് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നതെന്ന്. നമ്മളുടെ ആൻസർ വരുന്നത് എ ആണ്, സർവേ ഓഫ് ബയേഴ്സ് ഇൻറ്റൻഷൻ. ബയർ ഏത് പ്രൊഡക്റ്റാണ് വാങ്ങിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നു. സോ സർവേ ഓഫ് ബയേഴ്സ് ഇൻറ്റൻഷൻ ആൻസർ, നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എ ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. എക്കണോമിക് ആക്ടിവിറ്റി അല്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ്? നമ്മളുടെ റൈറ്റ് ആൻസർ വരുന്നത് ബി ആണ്, ഡോക്ടർ കൺസൾട്ടിങ് ഹിസ് ഓൺ ഫാമിലി. ഹിസ് ഓൺ ഫാമിലിയെ കൺസൾട്ട് ചെയ്യുമ്പോൾ അതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആണോ? അല്ല. സോ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഡോക്ടർ പേഷ്യൻസിനെ, ഔട്ട്സൈഡ് പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുവാണെങ്കിൽ അതെന്തിനു വേണ്ടിയാണ്? അത് ഫീസ് വാങ്ങിച്ചിട്ടാണ് ഔട്ട്സൈഡ് പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുന്നത്. ബട്ട് ഫാമിലി മെമ്പേഴ്സിനെ തന്നെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ ഫീസ് വാങ്ങിക്കുമോ? ഇല്ല. സോ അതുകൊണ്ട് നമ്മുടെ 9th ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, ഡോക്ടർ കൺസൾട്ടിങ് ഹിസ് ഓൺ ഫാമിലി. കാരണം നമ്മളുടെ ക്വസ്റ്റ്യൻ നോട്ട് ആൻ എക്കണോമിക് ആക്ടിവിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. Then 10th one, intellectual property rights and copyrights is an example of which of the following key factor of pestle metrics.
നമ്മളുടെ ആൻസർ വരുന്നത് ടെക്നോളജിക്കൽ ആണ്. ബി. കറക്റ്റ് ആൻസർ ബി ആണ്, ടെക്നോളജിക്കൽ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഇൻകം ടാക്സ് ആക്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് cannot ബി എ സോഴ്സ് ഓഫ് ഇൻകം ഫോർ HUF? നമ്മൾ HUFിൻ്റെ ഡീറ്റെയിൽസ് പഠിച്ചതാണ്. HUFിന് ഇൻകം ആയിട്ട് വരാൻ പാടില്ലാത്തത് എന്താണ്? ഇൻകം ഫ്രം സാലറി ആണ്. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷനോ ഒക്കെ അവർക്ക് ചെയ്യാവുന്നതാണ്. ബട്ട് ഇൻകം ഫ്രം സാലറി ആണ് സോഴ്സ് ഓഫ് ഇൻകം ആയിട്ട് അതിൽ വരാത്തത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എ ആണ്. ദെൻ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് പോപ്പുലർ സൈക്കോളജിക്കൽ മോട്ടീവ് ഇൻ കേസ് ഓഫ് പ്രൊഫഷൻ ആസ് ആൻ എക്കണോമിക് ഓക്യുപ്പേഷൻ? പ്രൊഫഷൻ ഒരു എക്കണോമിക് ഓക്യുപ്പേഷനായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൽ സൈക്കോളജിക്കൽ മോട്ടീവ് എന്താണ് വരുന്നത്? അതിൻ്റെ ആൻസർ എന്താണ്? പ്രൊഫഷണൽ മോട്ടീവ് എന്താണ്? സർവീസ് ടു ക്ലയൻസ് ആണ്. നമ്മളുടെ ആൻസർ വരുന്നത് എ ആണ്. ദെൻ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഈസ് ഡാഷ്. അതിൻ്റെ ആൻസർ ഹൈബ്രിഡ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, LLP. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് വരുന്നത് ഹൈബ്രിഡ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ദെൻ 14th, ഡാഷ് ഈസ് എ ഫ്രെയിംവർക്ക് ഫോർ മാക്രോ എൻവയോൺമെൻറ്റ് അനാലിസിസ്. മാക്രോ എൻവയോൺമെൻറ്റൽ അനാലിസിസിൻ്റെ ഏതാണ് ഫ്രെയിംവർക്കായിട്ട് വരുന്നത്? പെസ്റ്റൽ. നമ്മൾ ആ ഫാക്ടേഴ്സ് പഠിച്ചതാണ്. പൊളിറ്റിക്കൽ അതെല്ലാം പഠിച്ചതല്ലേ. ടെക്നോളജിക്കൽ അങ്ങനെ പല ഫാക്ടേഴ്സ് വരുന്നുണ്ട്, ലീഗൽ. സോ പെസ്റ്റലാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, 15th വൺ, പെർപെക്ച്വൽ സക്സഷൻ ഇൻഡിക്കേറ്റ്സ് ഡാഷ്. പെർപെക്ച്വൽ സക്സഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ സി ആണ് വരുന്നത്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. അതായത് കമ്പനിയുടെ കേസൊക്കെ ആണെങ്കിൽ, കമ്പനിയുടെ കേസിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ കമ്പനി സെപ്പറേറ്റ്, അതിൻ്റെ മെമ്പേഴ്സ് സെപ്പറേറ്റ്. ഇതാണ് പെർപെക്ച്വൽ സക്സഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ആൻസർ സി ആണ് വരുന്നത്. ദെൻ 16th വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ്ഡ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഇൻ ഇന്ത്യ വൈഡ് കമ്പനീസ് ആക്ട് 2013? കമ്പനീസ് ആക്ട് 2013 വഴി റീസെൻ്റായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഏതാണ് ഇന്ത്യയിൽ? ഏതാണ്? OPC, 1 person കമ്പനി. അതാണ് റീസെൻ്റായിട്ട് നമ്മളുടെ കമ്പനീസ് ആക്ട് 2013 അനുസരിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, OPC. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് സി ആണ്, OPC, 1 person കമ്പനി. ദെൻ 17th വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റ്? നമ്മളുടെ ഇതിൽ സോഷ്യോ കൾച്ചറൽ, ഈ താഴെ തന്നേക്കുന്ന ഓപ്ഷൻസിൽ സോഷ്യോ കൾച്ചറൽ എൻവയോൺമെൻറ്റിന് എക്സാമ്പിളായിട്ട് വരാത്തത്, നോട്ട് ആൻ എക്സാമ്പിൾ എന്നാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്നത് റൈസിങ് ഇൻകം ആണ്, ഇൻകം കൂടുന്നത്. ബാക്കി നമ്മുടെ ഫാമിലി സ്ട്രക്ചർ, റോൾ ഓഫ് വുമൺ ഇൻ സൊസൈറ്റി അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ലെവൽസ് ഒക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഓഡ് വൺ ആയിട്ട് നിൽക്കുന്നത്, അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് റൈസിങ് ഇൻകം ആണ്. ദെൻ 18th വൺ, ഫാക്ടേഴ്സ് ലൈക്ക് ട്രെൻഡ്സ്, ഈവൻറ്റ്സ് of different interest groups are needed to be considered in dash. ഏതിലാണ് നമ്മൾ ഇതൊക്കെ കൺസിഡർ ചെയ്യേണ്ടത്? ട്രെൻഡ്സ് അല്ലെങ്കിൽ ഈവൻറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതിലാണ്? എൻവയോൺമെൻറ്റൽ സ്കാനിങ്. സോ നമ്മളുടെ ആൻസർ വരുന്നത് ബി ആണ്, എൻവയോൺമെൻറ്റൽ സ്കാനിങ്. ദെൻ നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്? ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഈ താഴെ കൊടുത്തേക്കുന്നതിൽ ഏതാണ്? അതിൽ ഇമേജ് ബിൽഡിംഗ് വരുന്നുണ്ട്, കണ്ടിന്യൂസ് ലേണിംഗ് വരുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെഡ്സ് വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ബിസിനസ് എൻവയോൺമെൻറ്റിൽ വരുന്നതാണ്. സോ ഇതിൽ അങ്ങനെ അല്ലാത്തത് ഏതാണ്? ഗീവിങ് ഡയറക്ഷൻ ഫോർ ഷ്രിങ്കിങ്, അതായത് സി ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. ഇതെല്ലാം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളുടെ പ്രീവിയസ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുത്തിട്ടുണ്ട്. ദെൻ 20th വൺ, ABC company is aiming towards joint venture and partnership with other firms to manage uncertainty. This is an example of following type of organizational response to the environment. ഇതിൻ്റെ ആൻസർ എന്താണ്? എ ആണ് വരുന്നത്, കളക്റ്റീവ് റെസ്പോൺസ്. നമ്മൾ ഈ ടോപ്പിക്ക് പഠിച്ച സമയത്ത് കോവിഡ് വാക്സിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഒരു കമ്പനിക്ക് തന്നെ, ഇപ്പോൾ ഏതെങ്കിലും ഫാർമ ഫീൽഡിലുള്ള ഒരു കമ്പനിക്ക് ആ മെഡിസിൻ ഒരാൾക്ക് തന്നെ ഇൻവെൻറ്റ് ചെയ്യാൻ ഒത്തിരി എക്സ്പെൻസ് വരും, അല്ലെങ്കിൽ ടൈം ടേക്കിംഗ് ആണ്, അതിനുള്ള റിസോഴ്സസ് ഇല്ലാന്നുണ്ടെങ്കിൽ
ചിലപ്പോൾ പല ഫേംസിനെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ 2-3 ഫാർമ കമ്പനി ജോയിൻ ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യാറുണ്ട്. സോ അവർ ജോയിൻ വെഞ്ചർ ചേർന്നിട്ട് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ചേർന്നിട്ട് എന്തെങ്കിലും പുതിയതായിട്ട് ഒന്നിച്ച് ചേർന്നൊക്കെ ഇൻവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് എൻവയോൺമെൻറ്റിന് റെസ്പോണ്ട് ചെയ്യുക. അതിന് നമ്മൾ എന്താ പറയുക, കളക്റ്റീവ് റെസ്പോൺസ്. സോ നമ്മളുടെ ആൻസർ എ ആണ് വരുന്നത്. ഇനി 21, ഹൂ ഹാസ് ദ വിഷൻ to attain world class excellency by demonstrating value added products to customers. ഇത് താഴെ കൊടുത്തേക്കുന്നതിൽ ഏത് കമ്പനിയുടെ വിഷനാണ്? നമ്മളുടെ ആൻസർ വരുന്നത് സി ആണ്, ബജാജ് ഓട്ടോ ലിമിറ്റഡ്. ബജാജ് ഓട്ടോയുടെ വിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദെൻ 22, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മൾട്ടിനാഷണൽ ഫിനാൻഷ്യൽ സർവീസ് കോർപ്പറേഷൻ? അതിൻ്റെ ആൻസർ ഓപ്ഷൻസിൽ ഡി ആണ്, അമേരിക്കൻ എക്സ്പ്രസ്. സോ ഡി ആണ് കറക്റ്റ് ആൻസർ. ദെൻ 23, ഇൻ 1981 7 എഞ്ചിനീയേഴ്സ് ഇൻ പൂനെ ഫൗണ്ടഡ് ദ ഫോളോയിങ് കമ്പനി. 1981 പൂനെയിൽ ഉണ്ടായിരുന്ന 7 എഞ്ചിനീയേഴ്സ് കൂടി അവർ ഫോം ചെയ്ത കമ്പനി ഏതാണ്? നമ്മളുടെ ആൻസർ വരുന്നത് ബി ആണ്, ഇൻഫോസിസ്. ദെൻ 24, which of the following company ranked first in Fortune 500 company list 2019? 2019 ഫോർച്യൂൺ 500 കമ്പനി ലിസ്റ്റിൽ ഫസ്റ്റ് വന്ന കമ്പനി ഏതാണെന്ന്? നമ്മളുടെ ആൻസർ വരുന്നത് എ ആണ്, വാൾമാർട്ട്. ദെൻ 25, to help individuals and businesses realize their full potential is the vision of. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ആരുടെ വിഷനാണ്? ടു ഹെൽപ്പ് ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ്സസ് റിയലൈസ് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. ഇത് ഏത് കമ്പനിയുടെ വിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്? നമ്മളുടെ ആൻസർ വരുന്നത് സി ആണ്, മൈക്രോസോഫ്റ്റ്. മൈക്രോസോഫ്റ്റിൻ്റെ വിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണിത്. സോ ആൻസർ സി ആണ്. ദെൻ 26, എ സെക്യൂരിറ്റി വിച്ച് ഹാസ് എ സോളിഡ് റെക്കോർഡ് ഓഫ് dividend payments and offer the dividend higher than the common stock is. കോമൺ സ്റ്റോക്ക് ഡിവിഡൻഡ് പേ ചെയ്യുന്നതിനേക്കാളും ഹയർ റേറ്റിൽ ഡിവിഡൻഡ് പേ ചെയ്യുന്ന, അങ്ങനെ ഒരു നല്ല രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന റെക്കോർഡുള്ള സ്റ്റോക്കിനെ നമ്മൾ എന്താ പറയുന്നത്? ഇൻകം സ്റ്റോക്ക്. സോ നമ്മളുടെ ആൻസർ വരുന്നത് ഡി ആണ്. അങ്ങനെയുള്ള സ്റ്റോക്കിനെ നമ്മൾ ഇൻകം സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. ദെൻ 27, എബവ് ദ ബാലൻസ് അവൈലബിൾ ഇൻ ദ അക്കൗണ്ട് ഓഫ് ദ പേയർ ഇസ് കോൾഡ്. നമ്മളുടെ അക്കൗണ്ടിൽ ഉള്ള ബാലൻസിനേക്കാളും കൂടുതൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റിയൊക്കെ ഏതിലാണുള്ളത്? ഓവർ ഡ്രാഫ്റ്റ്, OD. സോ നമ്മളുടെ ആൻസർ വരുന്നത് എ ആണ്, ഓവർ ഡ്രാഫ്റ്റ്. ദെൻ 28, ദ ഇഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് വിൽ ഹാവ് ഓൺ കസ്റ്റമർ ഈസ് ഡാഷ്. കസ്റ്റമറിൽ ഒരു പ്രൈസിൽ വരുന്ന ചേഞ്ചസ് കസ്റ്റമറിൽ ഉണ്ടാക്കുന്ന എഫക്റ്റ് എങ്ങനെയാണത്? എഫക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് വിൽ ഹാവ് ഓൺ കസ്റ്റമർ ഈസ് ഡാഷ്. നമ്മളതിന് എന്താ പറയുന്നത്? പ്രൈസ് സെൻസിറ്റിവിറ്റി. നമ്മളുടെ ആൻസർ വരുന്നത് സി ആണ്. Then 29, a strongly motivated and long-standing decision of the customer to purchase a particular product or service is referred as dash. നമ്മളതിന് എന്താ പറയുന്നത്? ബ്രാൻഡ് ലോയലിറ്റി. സോ നമ്മുടെ ആൻസർ വരുന്നത് സി ആണ്. നമ്മൾ ഇത് BCKയുടെ 6th ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ വീഡിയോയും ഉണ്ട്. നിങ്ങൾ അഥവാ വീഡിയോ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. പ്ലേലിസ്റ്റിൽ വീഡിയോ അവൈലബിൾ ആണ്. സോ ദെൻ 30th one, dash is a measurement of relationship between stock price of any particular stock and the movement of all market. നമ്മളതിന് എന്താ പറയുന്നത്? ബിഡ്സ് ആൻഡ് ഓഫർ എന്നാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്. റൈറ്റ് ആൻസർ ബി ആണ്, ബിഡ്സ് ആൻഡ് ഓഫർ. ദെൻ 31, ബിഡ് ഈസ് ദ ഡാഷ്. ബിഡ് എന്ന് പറഞ്ഞാൽ ഈ താഴെ പറയുന്ന ആൻസറിൽ ഏതാണ് കറക്റ്റ്? നമ്മളുടെ ആൻസർ ബി ആണ് കറക്റ്റ്. ഹയസ്റ്റ് വാല്യൂ വിച്ച് ദ ബയർ ഈസ് വില്ലിംഗ് ടു പേ. ബയർ പേ ചെയ്യാൻ റെഡിയായി നിൽക്കുന്ന ഹയസ്റ്റ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിഡ് എന്ന് പറയുന്നത്. ഇനി 32, ഗവൺമെൻറ് കീപ്സ് ഹോൾഡ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ഹാൻഡിൽ ഫുള്ളി ഓർ പാർട്ട്ലി ദ ഡെലിവറി ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. സച്ച് ടൈപ്പ് ഓഫ് കൺസെപ്റ്റ് ഓഫ് പ്രൈവറ്റൈസേഷൻ ഈസ് നോൺ ആസ് ഡാഷ്. നമ്മളുടെ കറക്റ്റ് ആൻസർ ഈ ഓപ്ഷൻസിൽ വരുന്നത് ഡി ആണ്, ഡെലിഗേഷൻ. ഡെലിഗേഷനിലാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ വർക്ക് ചെയ്യുന്നത്. ദെൻ 33, ദ ഫോർമേഷൻ ഓഫ് നാഷണൽ സ്കിൽസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ NSDC ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് പബ്ലിക് പോളിസി. NSDCയുടെ ഫോർമേഷൻ ഏത് ടൈപ്പ് പബ്ലിക് പോളിസിയിൽ വരുന്നതാണ്?
അതിൻ്റെ ആൻസർ എന്താണ്? സി ആണ്, ഫെസിലിറ്റേറ്റിംഗ്. ദെൻ 34, ഓർഗനൈസിംഗ് ഓഫ് ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പ്സ് ബൈ ഗവൺമെൻറ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് പോളിസി? ഇമ്മ്യൂണൈസേഷൻ ക്യാമ്പ്സ് എല്ലാം ഗവൺമെൻറ് ഓർഗനൈസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് പോളിസിയിൽ വരുന്നതാണ്? അതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്, ഡിസ്ട്രിബ്യൂട്ടീവ് പോളിസി. Then 35, taking of restrictions in exports and imports of goods is dash. ഇമ്പോർട്ട്സിലും എക്സ്പോർട്സിലും എല്ലാം ഉള്ള റെസ്ട്രിക്ഷൻസ് എടുത്തു കളയുക, ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് കുറയ്ക്കുക, കട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് എടുത്തു കളയുക. അതിനെ നമ്മൾ എന്താ പറയുക? ലിബറലൈസേഷൻ. കാരണം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ലിബറലൈസ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മുടെ ആൻസർ വരുന്നത് എ ആണ്, ലിബറലൈസേഷൻ. ദെൻ 36, ഗ്രാജുവൽ ഡിക്രീസ് in government command and control over economic policies is called dash. അതിൻ്റെ ആൻസറും ലിബറലൈസേഷൻ തന്നെയാണ്. ബി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ലിബറലൈസേഷൻ. ദെൻ 37, സെല്ലിംഗ് ഓഫ് എ പോർഷൻ ഓഫ് ഓണർഷിപ്പ് ഫ്രം പബ്ലിക് എൻ്റർപ്രൈസ് ടു പ്രൈവറ്റ് പാർട്ടീസ് ഈസ് കോൾഡ്. പബ്ലിക് എൻ്റർപ്രൈസിൻ്റെ കയ്യിലുള്ള ഓണർഷിപ്പ്, അതിൻ്റെ ഒരു പോർഷൻ ഓഫ് ഷെയർ പ്രൈവറ്റ് എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ പ്രൈവറ്റ് പാർട്ടീസിന് സെല്ല് ചെയ്യുന്നതിനെ നമ്മൾ എന്തു പറയുന്നു? അതിൻ്റെ ആൻസർ വരുന്നത് എ ആണ്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് FDI ഈസ് പ്രൊഹിബിറ്റഡ് അണ്ടർ ബോത്ത് ദ ഗവൺമെൻറ് റൂട്ട് ആസ് വെൽ ആസ് ഓട്ടോമാറ്റിക് റൂട്ട്. ഓട്ടോമാറ്റിക് റൂട്ടിലും നമ്മളുടെ ഗവൺമെൻറ് റൂട്ടിലും FDI പെർമിഷൻ പ്രൊഹിബിറ്റ് ചെയ്തേക്കുന്ന ഏതിലാണ്? ഇതിന് നമ്മുടെ ആൻസർ വരുന്നത് ആറ്റോമിക് എനർജിയാണ്. എ ആണ് കറക്റ്റ് ആൻസർ. Then 39, controller of capital issues was replaced by which of the following regulatory authority? Controller of capital issuesനെ മാറ്റിക്കൊണ്ട്, അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഏത് ഓർഗനൈസേഷനാണ് വന്നത്? സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. കാരണം ഇപ്പോൾ ക്യാപിറ്റൽ ഇഷ്യൂസിൻ്റെയും ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെയും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെബിയാണ്. റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും സെബിയാണ്. സോ നമ്മളുടെ ആൻസർ ഡി ആണ്, റൈറ്റ് ആൻസർ. ദെൻ 40, which of the following is not an objective of establishing the Competition Commission of India? Which of the following is not an objective ആണ് ക്വസ്റ്റ്യൻ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഫോം ചെയ്യുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത്? സോ അതിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, ടു എൻഷുർ റെസ്ട്രിക്ഷൻ ഓഫ് ദ കസ്റ്റമേഴ്സ് ആൻഡ് അതർ പാർട്ടിസിപ്പൻസ് ഇൻ ദ മാർക്കറ്റ്. ഡി ആണ് അതിൻ്റെ ആൻസർ. കാരണം ബാക്കിയെല്ലാം കോമ്പറ്റീഷൻ കമ്മീഷൻ ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവായിട്ട് ഉണ്ടായിരുന്നതാണ്. ദെൻ 41, സെബി വാസ് സെറ്റപ്പ് ടു റെഗുലേറ്റ് ദ ഡാഷ്. നമ്മൾ തൊട്ട് മുമ്പ് മനസ്സിലാക്കിയതാണ്. സെബി എന്തിനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ മാർക്കറ്റിന്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, ക്യാപിറ്റൽ മാർക്കറ്റ്. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റെഗുലേറ്ററി ബോഡി? ഈ താഴെ കൊടുത്തേക്കുന്നതിൽ റെഗുലേറ്ററി ബോഡി അല്ലാത്തത് ഏതാണ്? ഇതിൻ്റെ ആൻസർ വരുന്നത് സിഡ്ബി ആണ്. എ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. കാരണം നോട്ട് എ റെഗുലേറ്ററി ബോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കി നമ്മുടെ സെബി റെഗുലേറ്ററി ബോഡിയാണ്, CCA റെഗുലേറ്ററി ബോഡിയാണ്, ആൻഡ് RBI ഓൾസോ റെഗുലേറ്ററി ബോഡിയാണ്. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് എ ആണ്. ദെൻ നെക്സ്റ്റ് വൺ 43, IRDAI ഇസ് ദ ഫുൾ ഫോം ഓഫ് എന്തിനാണ്? IRDAI ഫുൾ ഫോം എന്താണ്? IRDAയുടെ ഫുൾ ഫോം വരുന്നത്, ആൻസർ വരുന്നത് സി ആണ്, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. സോ സി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. IRDA ഫുൾ ഫോം ഈസ് ഡാഷ്. അങ്ങനെയാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. സോ നമ്മളുടെ ആൻസർ സി ആണ്, ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ദെൻ 44, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ഫോർ ഡീലിംഗ് ഇൻ SHG ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം? അതിൻ്റെ ആൻസർ വരുന്നത് നബാർഡ് ആണ്. എ, നബാർഡ്. ബാക്കി മൂന്നുമല്ല ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്ത് ഇപ്പോൾ SHG പ്രോഗ്രാം ചെയ്യുന്നത് നബാർഡാണ് ചെയ്യുന്നത്. നമ്മൾ നബാർഡിൻ്റെ ടോപ്പിക്ക് പഠിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പഠിച്ചതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നബാർഡിൻ്റെ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. ദെൻ 45, ദ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി യൂസസ് ആസ് പ്രിൻസിപ്പൽ മീൻസ് ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മളുടെ ആൻസർ വരുന്നത് എന്താണ്? പ്രൈസ് ആണ്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ക്യാപിറ്റലിസ്റ്റ് എക്കോണമി യൂസസ് ആസ് പ്രിൻസിപ്പൽ മീൻസ് ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ബേസ്ഡ് ഓൺ പ്രൈസ്. സോ നമ്മളുടെ ആൻസർ വരുന്നത് എ ആണ്, ഓപ്ഷൻ എ, പ്രൈസ്.
Then next 46th one, consumer sovereignty is found in which economy? നമ്മൾ ആൻസർ വരുന്നത് ഏതാണ്? എ ആണ്, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. അതാണ് കറക്റ്റ് ആൻസർ. ദെൻ ലാർജ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് വുഡ് ലീഡ് ടു ഹയർ പ്രൊഡക്ഷൻ ഇൻ ഫ്യൂച്ചർ. അതായത് ഏത് ഗുഡ്സ് ലാർജ്ലി പ്രൊഡ്യൂസ് ചെയ്താലാണ് അത് ഫ്യൂച്ചറിൽ കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന്. നമ്മളുടെ ആൻസർ എന്താണ്? ആൻസർ വരുന്നത് ബി ആണ്, ക്യാപിറ്റൽ ഗുഡ്സ്. ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മെഷീൻ ടൂൾസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഇത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് അതനുസരിച്ച് ഹയർ പ്രൊഡക്ഷൻ ഫ്യൂച്ചറിൽ ചെയ്യാനായിട്ട് സാധിക്കും. Then 48, a study of how increases in the corporate income tax rate will affect the national unemployment rate is an example of dash. ഇതിൻ്റെ റൈറ്റ് ആൻസർ മാക്രോ എക്കണോമിക്സ് ആണ്, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. Then 49, which of the following statement does not apply to a market economy? മാർക്കറ്റ് എക്കോണമിയിൽ അപ്ലൈ ചെയ്യാത്ത, അതായത് ഡസ് നോട്ട് അപ്ലൈ ആണ്. അപ്പോൾ അപ്ലൈ ചെയ്യാത്ത സ്റ്റേറ്റ്മെൻറ്റ് താഴെ കൊടുത്തേക്കുന്നതിൽ ഏതാണെന്ന്. അതിൽ നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് ഡി ആണ്. ഗവൺമെൻറ് പോളിസീസ് ആർ ദ പ്രൈമറി ഫോഴ്സസ് ദാറ്റ് ഗൈഡ് ദ ഡിസിഷൻസ് ഓഫ് ഫേംസ് ആൻഡ് ഹൗസ് ഹോൾഡ്സ്. നമ്മളുടെ മാർക്കറ്റ് എക്കോണമിയിൽ ഗവൺമെൻറ് പോളിസീസ് ആർ ദ പ്രൈമറി ഫോഴ്സസ് ദാറ്റ് ഗൈഡ് ദ ഡിസിഷൻസ് ഓഫ് ഫേംസ് ആൻഡ് ഹൗസ് ഹോൾഡ്സ്. ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? ഡസ് നോട്ട് അപ്ലൈ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഡി ആണ് റൈറ്റ് ആൻസർ. Next one, 50. Factors of production are owned by dash in market economies. മാർക്കറ്റ് എക്കോണമിയിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആരാണ് ഓൺ ചെയ്യുന്നത് കൂടുതൽ? സോ നമ്മളുടെ ആൻസർ വരുന്നത് ബി ആണ്. ബി ഈസ് ദ റൈറ്റ് ആൻസർ. പ്രൈവറ്റ്ലി ആണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മുടെ മാർക്കറ്റ് എക്കോണമിയിൽ കൂടുതൽ ഓൺ ചെയ്യുന്നത്. Which of the following is used for allocation of resources? Which of the following is used for allocation of resources? അതിൻ്റെ ആൻസർ വരുന്നത് എ ആണ്, മൈക്രോ എക്കണോമിക്സ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ നമ്മൾ റിസോഴ്സ് അലോക്കേഷന് യൂസ് ചെയ്യുന്നത് മൈക്രോ എക്കണോമിക്സ് ആണ്. എ ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ. Then 52. Which book of economics is known as first book of modern economics? ഫസ്റ്റ് ബുക്ക് ഓഫ് മോഡേൺ എക്കണോമിക്സ് എന്നറിയപ്പെടുന്ന താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ബുക്കാണ്? നമ്മളുടെ റൈറ്റ് ആൻസർ വരുന്നത് ആൻ ഇൻക്വയറി ഇൻ ടു വെൽത്ത് ഓഫ് നേഷൻ. ആൻസർ ബി ആണ് റൈറ്റ് ആൻസർ, ആൻ ഇൻക്വയറി ഇൻ ടു വെൽത്ത് ഓഫ് നേഷൻ. ദെൻ 53. ഇൻ എക്കണോമിക്സ് വി യൂസ് സ്കേഴ്സിറ്റി ദ ടേം ടു മീൻ. നമ്മൾ എക്കണോമിക്സിൽ സ്കേഴ്സിറ്റി എന്ന് യൂസ് ചെയ്യുന്നത് എന്തിനെ അർത്ഥമാക്കിയാണ്? ആ സ്കേഴ്സിറ്റി നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് മീൻ ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ വരുന്നത് നമ്മളുടെ റൈറ്റ് ആൻസർ ബി ആണ്, റിലേറ്റീവ് സ്കേഴ്സിറ്റി. അതായത് ദറ്റ് ഈസ് സ്കേഴ്സിറ്റി ഇൻ റിലേഷൻ ടു വാണ്ട്സ് ഓഫ് ദ സൊസൈറ്റി. റിലേറ്റീവ് സ്കേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സൊസൈറ്റിക്ക് കുറേ വാണ്ട്സ് ഉണ്ട്, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ റിസോഴ്സസ് സ്കെയർസ് ആണ്. അല്ലാതെ റിസോഴ്സസ് ഉണ്ടോയെന്ന് നമ്മൾ ജസ്റ്റ് വാണ്ട്സ് ആയിട്ട് കമ്പയർ ചെയ്യാത്ത നമ്മുടെ സൊസൈറ്റിയിൽ റിസോഴ്സ് ഉണ്ടോയെന്ന് നോക്കിയാൽ റിസോഴ്സസ് ഉണ്ട്. ബട്ട് നമ്മുടെ സൊസൈറ്റിയുടെ വാണ്ട്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിസോഴ്സസ് സ്കെയർസ് ആണ്, കുറവാണ്. ദെൻ 54. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? താഴെ കൊടുത്തേക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? ഡിപ്രഷൻ ഓഫ് സിവിയർ ഫോം ഓഫ് ട്രഫ്. ഡിപ്രഷൻ ഈസ് സിവിയർ ഫോം ഓഫ് ട്രഫ്. ദ നെക്സ്റ്റ് വൺ, ഡിപ്രഷൻ കോസസ് fall in interest rate. The next one, peak is highest point. നമ്മളുടെ റൈറ്റ് ആൻസർ വരുന്നത് ഡി ആണ്. ഈ മേളിൽ പറഞ്ഞേക്കുന്ന പോയിന്റ്സ് എല്ലാം ഇൻകറക്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ ഡി ആണ്, ഓൾ ഓഫ് ദ എബവ്. Then 55. It is known as electronic cash and digital cash. It uses computer, internet and other networks to execute transactions and transfer funds. നമ്മളുടെ ഇലക്ട്രോണിക് ക്യാഷ് അല്ലെങ്കിൽ നമ്മൾ ഡിജിറ്റൽ ക്യാഷ് ആയിട്ട് യൂസ് ചെയ്യുന്ന അങ്ങനെ അറിയപ്പെടുന്നത് എന്താണ്? അതിനുവേണ്ടി നമ്മൾ എന്താ കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഇതെല്ലാം നമ്മൾ ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ എന്താ പറയുന്നത്? ഇലക്ട്രോണിക് ക്യാഷ് അല്ലെങ്കിൽ ഇ ക്യാഷ്. നമ്മളുടെ ആൻസർ വരുന്നത് ബി ആണ്, ഇ ക്യാഷ് ആണ് റൈറ്റ് ആൻസർ.
Then 56. Indifference curve slopes downwards as one product increases and another decreases because they give, the answer A ആണ്, equal satisfaction, because they give equal satisfaction. So നമ്മുടെ right answer A ആണ്. Then 57. Supply of land is dash perfectly inelastic. Supply of land is perfectly inelastic. So നമ്മുടെ correct answer C. Then income elasticity of luxury goods. Luxury goodsന്റെ income elasticity എങ്ങനെയാണ്? പോസിറ്റീവ് ആൻഡ് ഗ്രേറ്റർ ദാൻ 1. സോ അതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, പോസിറ്റീവ് ആൻഡ് ഗ്രേറ്റർ ദാൻ 1. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആൻസർ നിങ്ങൾക്ക് അറിയാമായിരുന്നോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് എൻ്റെ അടുത്ത് പറയണേ, എല്ലാം നിങ്ങൾക്ക് അറിയാമായിരുന്ന ആൻസർ ആണോ എന്ന്. ഓക്കെ. ദെൻ 59. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ടു ചേഞ്ച് ഇൻ ഡാഷ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ നമ്മൾ എന്തായിട്ടാണ്, എന്തിൻ്റെ റെസ്പോൺസ്, പ്രൈസും നമ്മളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റെസ്പോൺസ് അല്ലേ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പ്രൈസിൽ വരുന്ന ചേഞ്ച് നമ്മുടെ ക്വാണ്ടിറ്റി ഡിമാൻഡിനെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, ക്വാണ്ടിറ്റി എങ്ങനെ കൂടുന്നോ കുറയുന്നോ, അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? എ ആണ്, പ്രൈസ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിലാണ് നമ്മൾ, അത് തമ്മിലുള്ള റെസ്പോൺസ് ആണ് നമ്മൾ നോക്കുന്നത്. ദെൻ 60. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മളുടെ ഇലാസ്റ്റിസിറ്റി എങ്ങനെയായിരിക്കും? ഇൻഫിനിറ്റ് ആയിരിക്കും. സോ നമ്മുടെ ആൻസർ വരുന്നത് ഡി ആണ്, ഇൻഫിനിറ്റ്. ദെൻ 61. വിച്ച് എമംഗ് ദ ഫോളോയിങ് മാർക്കറ്റ് സിറ്റുവേഷൻ ഈസ് നോൺ ആസ് എ മിത്ത് ഇൻ ദ മാർക്കറ്റ്. മിത്ത് ഇൻ ദ മാർക്കറ്റ് എന്നറിയപ്പെടുന്ന സിറ്റുവേഷൻ എന്താണ് നമ്മുടെ മാർക്കറ്റിൽ? മാർക്കറ്റ് സിറ്റുവേഷൻ എന്താണ്? അതിൻ്റെ ആൻസർ വരുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. സോ ഡി ആണ് റൈറ്റ് ആൻസർ. Then which of the following is a property of an indifference curve? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് വരുന്നത്? അതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് ഇറ്റ് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ. സോ ഫസ്റ്റ് വൺ ആണ് കറക്റ്റ് ആൻസർ, ഇറ്റ് ഈസ് കോൺവെക്സ് ടു ദ ഒറിജിൻ. ദെൻ 63. The supply of a good refers to dash. സപ്ലൈ ഓഫ് എ ഗുഡ് എന്നൊരു ടേം കൊണ്ട്, അങ്ങനെ ഒരു ഇത് സെൻറ്റൻസ് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിൽ പറയുന്നത് കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് ദ ഗുഡ് ഓഫേർഡ് ഫോർ സെയിൽ അറ്റ് എ പെർട്ടിക്കുലർ പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് ടൈം. അതൊരു പെർട്ടിക്കുലർ ടൈമിൽ ഒരു പെർട്ടിക്കുലർ പ്രൈസിൽ ഓഫർ ചെയ്യുന്ന ഗുഡ്സ്, എത്ര ഗുഡ്സാണ് നമ്മൾ ഓഫർ ചെയ്യപ്പെടുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഗുഡ് എന്ന ടേം കൊണ്ട് മീൻ ചെയ്യുന്നത്. The next one, 64. Which of the following statements about price elasticity of demand is correct? Price elasticity of demandനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ കമ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് കറക്റ്റ് എന്ന്. ഫസ്റ്റ് വൺ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് എ മെഷർ ഓഫ് ഹൗ മച്ച് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ ഗുഡ് റെസ്പോൺസ് ടു എ ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ദാറ്റ് ഗുഡ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് വരുന്നത്. ദെൻ സെക്കൻഡ് വൺ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് കമ്പ്യൂട്ടഡ് ആസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. ദെൻ തേർഡ് വൺ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ദ ഇൻ ദ ലോങ് റൺ വുഡ് ബി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് എ ഷോർട്ട് റൺ. സോ ഇതിൽ മൂന്ന് കാര്യം പറഞ്ഞേക്കുന്നത് മൂന്നും കറക്റ്റാണ്. നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള റെസ്പോൺസ് ആണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. റെസ്പോൺസീവ്നെസ് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി നമ്മൾ കാണുന്ന ഇക്വേഷൻ എന്താണ്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ലാസ്റ്റ് വൺ ആണ്, ഓൾ ഓഫ് ദ എബോവ്. കാരണം ഇതിന് മേളിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ദെൻ 65. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് കറക്റ്റ്? കൊടുത്തിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വായിച്ച് നോക്കുമ്പോൾ അതിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ബി ആണ്. ദ മോർ ദ നമ്പർ ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എ കമ്മോഡിറ്റി മോർ ഇലാസ്റ്റിക് ഇസ് ദ ഡിമാൻഡ്. അതാണ് കറക്റ്റ് ആൻസർ. സോ നമ്മളുടെ ഓപ്ഷനിൽ കറക്റ്റായിട്ട് വരുന്നത് ബി ആണ് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ. ദെൻ 66. മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ഡാഷ്. എ ആണ് നമ്മളുടെ ആൻസർ വരുന്നത്, ടോട്ടൽ പ്രൊഡക്റ്റ്. സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ എ, ടോട്ടൽ പ്രൊഡക്റ്റ് ആണ്. മാർജിനൽ പ്രൊഡക്റ്റ് ഇസ് ദ സ്ലോപ്പ് ഓഫ് ടോട്ടൽ പ്രൊഡക്റ്റ്. ദെൻ 67.
ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? ടെക്നിക്കൽ എക്കണോമിക്സ്. സോ നമ്മളുടെ റൈറ്റ് ആൻസർ വരുന്നത് എ ആണ്, ടെക്നിക്കൽ എക്കണോമിക്സ്. ദെൻ 68. ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺസ് ഇംപ്ലൈസ് ഡാഷ്. ഡിമിനിഷിങ് മാർജിനൽ റിട്ടേൺ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇംപ്ലൈ ചെയ്യുന്നത് എന്താണ്? ഇതിൻ്റെ റൈറ്റ് ആൻസർ ഇൻക്രീസിങ് മാർജിനൽ കോസ്റ്റ് ആണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ സി ആണ്, ഇൻക്രീസിങ് മാർജിനൽ കോസ്റ്റ്. ദെൻ 69. ഡിമിനിഷിങ് റിട്ടേൺസ് ഒക്കർ ഡാഷ്. അതിൻ്റെ ആൻസർ വരുന്നത് വെൻ യൂണിറ്റ്സ് ഓഫ് എ വേരിയബിൾ ഇൻപുട്ട് ആർ ആഡഡ് ടു എ ഫിക്സഡ് ഇൻപുട്ട് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ് ഫോൾസ്. സോ നമ്മളുടെ റൈറ്റ് ആൻസർ ഏതാണ്? ബി ആണ് റൈറ്റ് ആൻസർ, ഡിമിനിഷിങ് റിട്ടേൺസ് വരുന്നത്. ദെൻ 70. The law of diminishing returns applies to dash. ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺ അപ്ലൈ ചെയ്യുന്ന താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റായിട്ട് വരുന്നത്? നമ്മുടെ ആൻസർ എന്താണ്? എ ആണ്, ദ ഷോർട്ട് റൺ ബട്ട് നോട്ട് ദ ലോങ് റൺ. ഡിമിനിഷിങ് റിട്ടേൺസ് വരുന്നതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് അപ്ലൈ ചെയ്യുന്നത് ദ ഷോർട്ട് റൺ ബട്ട് നോട്ട് ഇൻ ദ ലോങ് റൺ. സോ എ ആണ് കറക്റ്റ് ആൻസർ. ദെൻ 71. മാർജിനൽ കോസ്റ്റ് ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ഡാഷ്. എന്താണ് റൈറ്റ് ആൻസർ? എ ആണ്, അതായത് ടോട്ടൽ കോസ്റ്റ്. നമ്മളുടെ റൈറ്റ് ഓപ്ഷൻ, കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. ദെൻ 72. ഇഫ് എ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫേം ഈസ് മേക്കിംഗ് ലോസസ് ദെൻ വിച്ച് കണ്ടീഷൻ ഈസ് സ്യൂട്ടബിൾ? ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു ഫേം ലോസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ലോസ് ഉണ്ടാവുകയാണെങ്കിൽ താഴെ പറഞ്ഞതിൽ ഏത് കണ്ടീഷനാണ് അവർക്ക് സ്യൂട്ടബിൾ ആയിരിക്കുന്നത്? ടു ക്യാരി ഓൺ ബിസിനസ് ആസ് ലോങ് ആസ് ഇറ്റ് കവറിങ് വേരിയബിൾ കോസ്റ്റ്. അവർ വേരിയബിൾ കോസ്റ്റ് കവർ ചെയ്യുന്ന അത്രയും നാൾ അവർക്ക് ഏത് രീതിയിൽ, എങ്ങനെ, ഏത് കണ്ടീഷനിൽ വർക്ക് ചെയ്യുന്നതാണ് അവർക്ക് നല്ലതെന്ന്. സോ അതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് ബി ആണ്, എക്സ്പാൻഡ് ഇറ്റ്സ് പ്ലാന്റ്. സോ ബി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. ദെൻ 73. സപ്പോസ് ദാറ്റ് ദ ഡിമാൻഡ് കർവ് ഫോർ ദ XYZ കമ്പനി സ്ലോപ്സ് ഡൗൺവേർഡ് ആൻഡ് ടു ദ റൈറ്റ്. സ്ലോപ്സ് ഡൗൺവേർഡ് ആണ് ആൻഡ് ടു ദ റൈറ്റിലേക്കാണ് സ്ലോപ്പ് ചെയ്യുന്നത്. വി ക്യാൻ കൺക്ലൂഡ് ഡാഷ്. അതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് XYZ കമ്പനി ഈസ് നോട്ട് എ പ്രൈസ് ടേക്കർ ഇൻ ദ മാർക്കറ്റ് ബിക്കോസ് ഇറ്റ് മസ്റ്റ് ലോവർ പ്രൈസ് ടു സെൽ അഡീഷണൽ യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ട്. സോ സി ആണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഈ ഓപ്ഷൻസിൽ. ദെൻ 74. In the long run, monopolistic competition and perfect competition are same because of dash. ലോങ് റണ്ണിൽ നമ്മൾ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഏകദേശം ഒരുപോലെയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ഡാഷ്. എന്താണ് കാരണം? അതിന് എന്താണ് അതിൻ്റെ ആൻസർ? എ ആണ് നമ്മൾക്ക് തന്നേക്കുന്നതിൽ റൈറ്റ് ആൻസർ, നോർമൽ പ്രോഫിറ്റ്. ദെൻ മോണോപ്പൊളി ഫേം ഫേസസ് വിച്ച് ഡിമാൻഡ് കർവ്. മോണോപ്പൊളി ഫേം ഏത് ടൈപ്പ് ഡിമാൻഡ് കർവ് ആണ് ഉണ്ടാവുന്നത്? ഏതാണ്? നമ്മളുടെ ആൻസർ എ ആണ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. മോണോപ്പൊളി ഫേംസിന് വരുന്നത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആണ്. ദെൻ 76. എക്സ്ട്രീം പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഈസ് ഫൗണ്ട് ഇൻ വിച്ച് മാർക്കറ്റ്? നമ്മളുടെ എക്സ്ട്രീം പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ടാവുന്നത്, പല പല പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് എല്ലാം ഏത് ടൈപ്പ് മാർക്കറ്റിലാണ്, ഏത് ടൈപ്പ് കോമ്പറ്റീഷൻ നിലവിലുള്ള മാർക്കറ്റിലാണ്, ഏത് ടൈപ്പ് ഓഫ് മാർക്കറ്റിലാണ്? അതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. കാരണം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് തന്നെ, നന്നായിട്ട് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ നിലവിലുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും കമ്പനീസ് പ്രൊഡക്ട്സ്, വേരിയസ് ഡിസൈൻസ് ഓഫ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം they want to maximize their profit. Then 77. A market where there is no restrictions on the transactions is called as dash. ട്രാൻസാക്ഷനിൽ റെസ്ട്രിക്ഷൻ ഇല്ലാത്ത ടൈപ്പ് മാർക്കറ്റിനെ നമ്മൾ എന്താണ് പറയുന്നത്? അതിൻ്റെ ആൻസർ ബി ആണ്, അൺറെഗുലേറ്റഡ് മാർക്കറ്റ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. Then 78. Under perfect competition, price elasticity of demand of a firm is dash. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു ഫേമിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എങ്ങനെയായിരിക്കും? അതിൻ്റെ റൈറ്റ് ആൻസർ സി ആണ്, ഇൻഫിനിറ്റ് ആയിരിക്കും. ദെൻ 79. ഡ്യൂറിങ് റിസഷൻ ദ എംപ്ലോയ്മെൻറ്റ് റേറ്റ് ഡാഷ് ആൻഡ് ഔട്ട്പുട്ട് ഡാഷ്. നമ്മളുടെ റിസഷൻ്റെ സമയത്ത് എംപ്ലോയ്മെൻറ്റ് റേറ്റ് എങ്ങനെയായിരിക്കും? എംപ്ലോയ്മെൻറ്റ് റേറ്റ് ഫോൾ ചെയ്യും ആൻഡ് ഔട്ട്പുട്ട് ഓൾസോ ഫോൾ ചെയ്യും. സോ അതിൻ്റെ നമ്മുടെ റൈറ്റ് ആൻസർ വരുന്നത് ഡി ആണ്, ഡ്യൂറിങ് റിസഷൻ ദ എംപ്ലോയ്മെൻറ്റ് റേറ്റ് ഫോൾസ് ആൻഡ് ഔട്ട്പുട്ട് ഫോൾസ്. റൈറ്റ് ആൻസർ
ഡി ആണ് വരുന്നത്. Then 80, the internal cause of business cycle is. ബിസിനസ് സൈക്കിളിൻ്റെ ഇൻറ്റേർണൽ കോസ് എന്താണ്? ഫ്ലക്ച്വേഷൻസ് ഇൻ ഇഫക്റ്റീവ് ഡിമാൻഡ് ആണ് റൈറ്റ് ആൻസർ. സോ നമ്മളുടെ ഈ ഓപ്ഷൻസിലെ ആൻസർ വരുന്നത് ബി ആണ്. ദെൻ അറ്റ് ട്രഫ് ദ പ്രൊഡക്ഷൻ ഇൻ ദ എക്കോണമി റീച്ചസ് അറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ട്രഫ് പീരീഡിൽ എക്കണോമിയുടെ പ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും? പ്രൊഡക്ഷൻ എങ്ങനെയായിരിക്കും? ലോ ആയിരിക്കും. സോ നമ്മളുടെ ആൻസർ ബി ആണ് വരുന്നത്. പ്രൊഡക്ഷൻ ലോ ആയിരിക്കും. കറക്റ്റ് ആൻസർ ബി. ദെൻ 82, അക്കോർഡിംഗ് ടു സം എക്കണോമിസ്റ്റ് വിച്ച് ഈസ് നോട്ട് ദ പ്രൈം കോസ് ഓഫ് ബിസിനസ് സൈക്കിൾ. ചില എക്കണോമിക്സിൻ്റെ അഭിപ്രായത്തിൽ ആ എക്കണോമിസ്റ്റ് എന്താ പറയുന്നത്? ഏതാണ് ബിസിനസ് സൈക്കിളിൻ്റെ പ്രൈം കോസായിട്ട് അല്ലാത്തതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ആണ്, മൈക്രോ എക്കണോമിക് പോളിസി. ദെൻ 83, the 4 phases of business cycles are dash. ബിസിനസ് സൈക്കിളിൻ്റെ 4 ഫേസസ് ഏതൊക്കെയാണെന്ന്. നമ്മളുടെ ആൻസറിൽ കറക്റ്റ് വരുന്ന ഏതാണ്? ഓപ്ഷൻസിൽ ടി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. പീക്ക്, റിസഷൻ, ട്രഫ് ആൻഡ് റിക്കവറി. സോ ഡി ആണ് കറക്റ്റ് ആൻസർ. ദെൻ 84, ചൈനാസ് റീസൺ സ്ലോ ഡൗൺ കോസസ് ഡാഷ്. ചൈനയിൽ റീസൺ ഉണ്ടായിരുന്ന സ്ലോ ഡൗൺ കോസസ് എന്താണ്? അതിൻ്റെ ദാറ്റ് കോസസ് ഡാഷ്. സോ അതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് സൈക്കിൾ ഓഫ് ഡിക്ലൈൻ ആൻഡ് പാനിക് അക്രോസ് ദ വേൾഡ്. സോ കറക്റ്റ് ആൻസർ എ ആണ് വരുന്നത്, സൈക്കിൾ ഓഫ് ഡിക്ലൈൻ ആൻഡ് പാനിക് അക്രോസ് ദ വേൾഡ്. കാരണം എന്താണ്? നമ്മൾ പഠിച്ചതെന്താണ്? ഒരു ബിസിനസ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരു സ്ഥലത്ത് ചേഞ്ച് ഉണ്ടായാൽ ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഓഫീസിൽ, ഒരു ബിസിനസ്സിൽ, ഒരു സെക്ടറിൽ അങ്ങനെ മാത്രമാണോ ചേഞ്ചസ് വരുന്നത്? അല്ല. ബിസിനസ്സിൽ ചേഞ്ചസ് വരുമ്പോൾ എൻവയോൺമെൻറ്റിൽ വരുന്ന ചേഞ്ച്, അത് സ്ലോ ഡൗൺ ആയാലും ഗ്രോത്ത് ആണെങ്കിലും അത് മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ആൻസർ വരുന്നത് സൈക്കിൾ ഓഫ് ഡിക്ലൈൻ ആൻഡ് പാനിക് അക്രോസ് ദ വേൾഡ്. ദെൻ 85, ഫ്രിക്ഷൻ അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ്. നമ്മൾ ഫ്രിക്ഷൻ അൺഎംപ്ലോയ്മെൻറ്റ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്? ആൻസർ വരുന്നത് എ ആണ്, എക്സ്പാൻഷൻ. ദെൻ 86, വെൻ ടോട്ടൽ റവന്യൂ ഈസ് അറ്റ് ദ പീക്ക് മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽസ് ടു ഡാഷ്. അതിൻ്റെ റൈറ്റ് ആൻസർ 0 ആണ് വരുന്നത്. ടോട്ടൽ റവന്യൂ പീക്കിൽ ആകുമ്പോൾ മാർജിനൽ റവന്യൂ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ റൈറ്റ് ആൻസർ വരുന്നത് എ ആണ്. ദെൻ 87, ആക്ച്വൽ ഡിമാൻഡ് സ്റ്റാഗ്നേറ്റ്സ് ഇൻ വിച്ച് സ്റ്റേജ്. ആക്ച്വൽ ഡിമാൻഡ് ഏത് സ്റ്റേജിലാണ് സ്റ്റാഗ്നേറ്റ് ആവുന്നത്? അത് അധികം മൂവ്മെൻറ്റ് ഇല്ലാതെ ഒരേ ലെവലിൽ തന്നെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് എ ആണ്, പീക്ക്. കാരണം നമ്മൾ പഠിച്ചെന്താണ്? ഡിമാൻഡ് കൂടിക്കൂടി ഒരു സ്റ്റേജ് എത്തും, ഒരു ഹയസ്റ്റ് ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു പീക്ക് പോയിന്റ് എത്തുമ്പോൾ അവിടെ നിന്നിട്ട് പതുക്കെ സ്റ്റാഗ്നൻ്റ് ആയിട്ട് പിന്നെ പതുക്കെ താഴത്തേക്ക് വരാൻ തുടങ്ങും. ദെൻ 88, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. എക്സാമ്പിൾ ഓഫ് കോയിൻസിഡൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആർ. ഫൈൻഡ് ദ ഓഡ് വൺ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ റൈറ്റ് ആൻസർ എന്താണ് വരുന്നത്? ഡി ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്, ന്യൂ ഓർഡേഴ്സ് ഫോർ പ്ലാന്റ് ആൻഡ് ഇക്വിപ്മെൻറ്റ്. ദെൻ 89, വിച്ച് ഓഫ് ദ ഫോളോയിങ് കൺസേൺ ഈസ് റിലേറ്റഡ് ടു ബിസിനസ് ആൻഡ് കൊമേഴ്ഷ്യൽ നോളജ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ബിസിനസ് ആൻഡ് കൊമേഴ്ഷ്യൽ നോളജുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ഏതാണ്? സസ്റ്റൈനബിലിറ്റി ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ആൻസർ നമ്മളുടെ ഓപ്ഷൻ തന്നിരിക്കുന്നതിൽ റൈറ്റ് ആൻസർ വരുന്നത് എ ആണ്, സസ്റ്റൈനബിലിറ്റി. ദെൻ 90, വിച്ച് വൺ ഈസ് നോട്ട് ദ ഫീച്ചർ ഓഫ് LLP. താഴെ കൊടുത്തിരിക്കുന്നതിൽ LLPയുടെ ഫീച്ചർ അല്ലാത്തത് ഏതാണ്? അതിൻ്റെ ആൻസർ വരുന്നത് ഡി ആണ്, രജിസ്ട്രാർ ഓഫ് ഫേം ഈസ് ദ അഡ്മിനിസ്ട്രേറ്റിംഗ് അതോറിറ്റി. അതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. കാരണം വിച്ച് ഈസ് നോട്ട് ദ ഫീച്ചർ ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. വിച്ച് വൺ ഈസ് നോട്ട് ദ ഫീച്ചർ എന്നാണ് ചോദിച്ചേക്കുന്നത്. ബാക്കിയെല്ലാം LLPയുടെ ഫീച്ചറാണ്. ഇറ്റ് ഈസ് എ ലീഗൽ എൻറ്റിറ്റി സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് മെമ്പർ, അതതിൻ്റെ ഫീച്ചറാണ്. ദെൻ എവരി പാർട്ട്ണർ ഈസ് ഓൺലി ആൻ ഏജൻറ്റ് ഓഫ് ദ ഫേം ആൻഡ് നമ്മളുടെ മെമ്പേഴ്സിന് മാക്സിമം മെമ്പേഴ്സിന് ലിമിറ്റ് ഇല്ല. സോ ഇതെല്ലാം അതിൻ്റെ ഫീച്ചറാണ്. അതിൻ്റെ ഫീച്ചർ അല്ലാതെ വരുന്ന ഏതാണ്? രജിസ്ട്രാർ ഓഫ് ഫേം ഈസ് ദ അഡ്മിനിസ്ട്രേറ്റിംഗ് അതോറിറ്റി. സോ റൈറ്റ് ആൻസർ വരുന്നത് ഡി ആണ്. ദെൻ 91, ഓർഗാനിക് ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ്.
നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓർഗാനിക് ഒബ്ജക്റ്റീവ് ഓഫ് ബിസിനസ് എന്ന് പറയാവുന്നത് ഏതാണ്? നമ്മളുടെ ആൻസർ വരുന്നത് ഓൾ ഓഫ് ദ എബവ് ആണ്, ഡി. അതായത് സെയിൽസ്, പ്രോഫിറ്റ്, ദെൻ പ്രൊഡക്റ്റ് യൂസേജ് ആൻഡ് ഡിസ്പോസൽ, ഫിറ്റ്നസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, ഇതെല്ലാം ഓർഗാനിക് ഒബ്ജക്റ്റീവ്സിൽ വരും. സോ ആൻസർ വരുന്നത് ഡി ആണ്, ഓൾ ഓഫ് ദ എബവ്. ദെൻ 92, ഐഡിയൽ കറസ്പോണ്ട്സ് ടു ബിസിനസ് ആൻഡ് കൊമേഴ്ഷ്യൽ നോളജ്. ബിസിനസ് ആൻഡ് കൊമേഴ്ഷ്യൽ നോളജുമായിട്ട് എൻ്റെ ഐഡിയലായിട്ട് വരും. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് 2-3 ക്വസ്റ്റ്യൻ മുമ്പ് നമ്മളിത് പഠിച്ചതാണ്, സസ്റ്റൈനബിലിറ്റി പഠിച്ചതാണ്. സോ അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ആൻസർ ബി ആണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ദെൻ 93, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ദർ ക്യാൻ ബി പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഡാഷ്. അതിൻ്റെ റൈറ്റ് ആൻസർ ബി ആണ്. കാരണം ഓഡ് വൺ ആണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പിന് നാച്ചുറൽ പേഴ്സൺ ആയിട്ടോ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടോ അതിൻ്റെ കോമ്പിനേഷനായിട്ടൊക്കെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് വയ്ക്കാം. പക്ഷേ പറ്റാത്ത ഏതാണ്? മറ്റൊരു പാർട്ട്ണർഷിപ്പ് ഫേം ആയിട്ടാണ്. സോ ഓഡ് വൺ എന്ന് പറഞ്ഞാൽ ബി ആണ്, പാർട്ട്ണർഷിപ്പ് ഫേം. ദെൻ 94, എ പാർട്ട്ണർഷിപ്പ് മേ ബി ഫോംഡ് ടു ക്യാരി ഓൺ ഡാഷ്. റൈറ്റ് ആൻസർ എ ആണ്, എനി ട്രേഡ്. പാർട്ട്ണർഷിപ്പ് മേ ബി ഫോംഡ് ടു ക്യാരി ഓൺ എനി ട്രേഡ്. Then 95, which pharmaceutical company has the slogan caring for life? Caring for life എന്ന് പറഞ്ഞ സ്ലോഗൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെയാണ്? അതിൻ്റെ ആൻസർ വരുന്നത് സി ആണ്, സിപ്ല. സിപ്ലയുടെ സ്ലോഗൻ ആണത്, കെയറിംഗ് ഫോർ ലൈഫ്. Then 96, the RBI has been invested with extensive power to control and supervise commercial banking system under the dash. RBIക്ക് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിൻ്റെ പവേഴ്സിലാണ്, ഏതാണ് RBIക്ക് പവർ കൊടുത്തിരിക്കുന്നത്? നമ്മുടെ ബാങ്ക്സിനെ, കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും. അതിൻ്റെ ആൻസർ എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ഉണ്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഉണ്ട്. രണ്ടും പവേഴ്സ് RBIക്ക് കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ആൻസർ വരുന്നത് സി ആണ്, ബോത്ത് എ ആൻഡ് ബി. ദെൻ 97, എ സ്റ്റോക്ക് ദറ്റ് പ്രൊവൈഡ്സ് എ കോൺസ്റ്റന്റ് ഡിവിഡൻസ് and stable earnings in the periods of economic downturn is. എക്കണോമിക് ഡൗൺടേണിൻ്റെ സമയത്തും നമ്മൾക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺ തന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കിനെ നമ്മൾ എന്താണ് പറയുന്നതെന്ന്? എന്താ നമ്മൾ പറയുന്നത്? ഡിഫെൻസീവ് സ്റ്റോക്ക്. കാരണം എക്കണോമിക് ഡൗൺടേൺ വരുമ്പോൾ അതുപോലെ താഴേക്ക് പോയി നമുക്ക് ലോസ് വരുത്താതെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺ തന്നുകൊണ്ടിരിക്കുന്നു. സോ നമ്മളതിനെ ഡിഫെൻസീവ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. ദെൻ 98, which of the following policy is used to curtail benefits related to some public issue? പബ്ലിക് ഇഷ്യൂ റിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബെനിഫിറ്റ്സ് കർട്ടെയിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോളിസി ഏതാണ്? റെസ്ട്രിക്റ്റീവ് പോളിസീസ്. റെസ്ട്രിക്റ്റീവ് പോളിസീസിൽ ബാങ്ക്സിൻ്റെ ഫണ്ട് സപ്ലൈ കുറയുന്നു. സോ അതനുസരിച്ച് നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ക്യാഷിൻ്റെ അവൈലബിലിറ്റി കുറയുന്നു. സോ നമ്മുടെ ആൻസർ വരുന്നത് റെസ്ട്രിക്റ്റീവ് പോളിസീസ് ആണ്. ദെൻ 99, in which of the following sector FDI is prohibited under both routes? രണ്ട് റൂട്ടിൽ കൂടെയും നമ്മൾ FDI ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഹിബിറ്റ് ചെയ്തേക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സെക്ടറിലാണെന്ന്? അതിൻ്റെ ആൻസർ വരുന്നത് എ ആണ്, നിധി കമ്പനി. നിധി കമ്പനിയിൽ നമ്മൾക്ക് രണ്ട് റൂട്ടിൽ കൂടെയും FDI ഇൻവെസ്റ്റ്മെൻറ്റിന് പെർമിഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല. FDI പ്രൊഹിബിറ്റഡ് ആണ്. ദെൻ 100, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ following sets as an indicator of banks liquidity and solvency? ബാങ്ക്സിൻ്റെ ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി മെൻഷൻ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ആൻസർ എന്താണ്? എ ആണ്. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, SLR. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ് നമ്മുടെ ബാങ്ക്സിൻ്റെ ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ റൈറ്റ് ആൻസർ എ ആണ്. നമ്മുടെ കറക്റ്റ് ആൻസർ എ ആണ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. സോ നമ്മളുടെ MCQ സീരീസിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത ദിവസം ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്കതിൽ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. കാരണം മാക്സിമം MCQs നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കുക എന്നൊരു പർപ്പസിലാണ് ഇത് ചെയ്യുന്നത്. സോ താങ്ക് യു.